ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചക്ക മാങ്ങ സീസണിൽ ഉണ്ടാകുന്ന ഈച്ച ശല്യത്തെ ഒഴിവാക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഈച്ച ശല്യം എന്തായാലും പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ മാങ്ങ ചക്ക ഒക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ആ ഭാഗത്ത് എന്തായാലും ഈച്ചയുടെ ശല്യം ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പരിചയപ്പെടുത്താം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഗ്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു പഴയ കുപ്പി അതൊക്കെ എടുക്കാം. അടപ്പില്ലാത്ത ബോട്ടിലൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് ശർക്കര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കര ചെത്തിയെടുത്തതാണ് ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് പഞ്ചസാര കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് ഒരല്പം വെള്ളമാണ് കേട്ടോ. അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്കിതിലേക്ക് തേനാണ് കേട്ടോ. അതെ, തേനൊരല്പം നമുക്ക് ഇതിലൊഴിച്ച് കൊടുക്കുന്നതിന് പകരം ഈ ഗ്ലാസ്സിന് ചുറ്റുമായിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമായിട്ട് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. തേൻ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ തേനൊന്ന് കട്ടയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കയ്യിൽ ശരിക്കും കിട്ടാത്തത്. അപ്പോൾ ഞാനിത് ഇതുപോലെ കുറച്ച് എടുത്ത് ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഒക്കെ ചുറ്റുമായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, പ്രത്യേകിച്ചും മാങ്ങ ഇരിക്കുന്ന അല്ലെങ്കിൽ ചക്കയൊക്കെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ഗ്ലാസ് കൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈച്ച വന്നിട്ട് ഇതിൽ ചത്ത് വീണുള്ളൂ കേട്ടോ. ഈച്ച വന്ന് ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് ഗ്ലാസിൻ്റെ അടുത്തേക്ക് പോവുകയും ഈ തേനീട്ട ആ ഒരു സത്തുകൊണ്ട് അതിനൊട്ടിപ്പിടിക്കുകയും അതുപോലെ അത് ഇതിലേക്ക് ചത്ത് വീഴാനും സാധ്യതയുണ്ട് കേട്ടോ. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ്. തീർച്ചയായും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ പ്ലാസ്റ്റിക് ഗ്ലാസ് പേപ്പർ ഗ്ലാസ് വേണമെന്നില്ല. സാധാരണ നമ്മുടെ കുപ്പിയുടെ ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി കുപ്പി തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. അടപ്പില്ലാത്ത പഴയ ബോട്ടിലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതിനായി പ്രയോഗിക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള പച്ച മാങ്ങകൾ നമുക്ക് പഴുപ്പിച്ചെടുക്കാനുള്ള ഒരു ടിപ്പ് കൂടി പരിചയപ്പെടുത്താം. നമുക്ക് കുറച്ച് ചൂടുവെള്ളവും ഏകദേശം ഒരു ഗ്ലാസ് അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണെങ്കിൽ ഈ ഒരു അതുപോലെ തന്നെ പച്ചവെള്ളം കൂടി ചേർത്ത് ഒരു പാത്രത്തിലാക്കി ആ മാങ്ങ അതിലിട്ട് കൊടുക്കുക. ഏകദേശം ഒരു 1-2 മണിക്കൂറോളം അങ്ങനെ വെച്ചതിന് ശേഷം നന്നായി ഒന്ന് കഴുകിയെടുത്ത് തുടച്ച് വൈക്കോലിലോ മറ്റോ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാങ്ങ പഴുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.